ആഹാരത്തിന്റെ അപകടം ഒഴിവാക്കാൻ ഈ പറഞ്ഞ ഒരളവും ക്രമവും നമ്മൾ പാലിച്ചാൽ നമ്മളെ ആയുസ് നീണ്ടുകിട്ടും, ആഫിയത്തുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആദാബുകളൊക്കെ പരമാവധി പാലിക്കുക. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറൊരാൾക്ക് നമ്മൾ കോരിയിട്ട് കൊടുക്കാതിരിക്കുക. സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തിന്നോളി എന്ന് പറയാം. നമ്മളെ വകയിൽ എന്ത് ചെയ്യരുത്, ചില ആൾക്കാരെ 10 രൂപ വാരിട്ട് മുറിച്ചിട്ട് തിന്നൂടിയാട്ട് എന്ന് പറഞ്ഞിട്ട് ബല്യയിലോണ്ടൊരു കറി. ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറെ ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ രീതിയും ശൈലിയും ഒക്കെ ഉണ്ടാവില്ല. ചില ആൾക്കാർ കുറഞ്ഞ കറി എടുത്ത് കൈമലാകാതെ അങ്ങനെ മുക്കി കുത്തി തിന്നുന്ന ആൾക്കാരെ, ചില ആൾക്കാർ ഞോണ്ടി ഇങ്ങനെ ഒൽപ്പിച്ച് അതും നക്കിയൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓല് കഴിച്ചോട്ടെ. നമ്മളെ വകയിൽ വലിയയിലോണ്ട് കറി വാർന്നാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് ചെയ്യരുത് എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബഗിലൂ. നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത്, അത് അവരെ ദേഷ്യം പിടിപ്പിക്കും. വിരുന്നുകാരൻ ദേഷ്യം പിടിച്ചാൽ അള്ളാഹു ദേഷ്യപ്പെടും. നമ്മൾ സൽക്കാരപ്രിയരായിട്ട് ഇങ്ങനെ കോരിയും വാരി ഇട്ട് കൊടുക്കാതെ വെച്ചു കൊടുക്കുക, അവരിഷ്ടമുള്ളത് എടുക്കുക, കഴിക്കുക. പാത്രത്തിൽ പരമാവധി എല്ലാം വടിച്ച് തിന്നുക, കൈമലുള്ളതൊക്കെ വടിച്ച് തിന്നുക. കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അപ്പൊ ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിനും തഖ്വക്കും ഒക്കെ ആവശ്യമാണ്. ഇതേപോലെ തന്നെയാണ് വെള്ളത്തിന്റെ കാര്യവും. രണ്ടും അല്ലാഹു തആല പറഞ്ഞത് ഇസ്റാഫ് പാടില്ല എന്നാ. വകുലൂ വശ്റബൂ, നിങ്ങൾ ആഹാരം കഴിച്ചോളൂ, വെള്ളവും കുടിച്ചോളൂ. അതേ ശ്വാസത്തിൽ എന്നോണം പറയാണ് വലാ തുസ്രിഫു, അമിതമാകരുത്. ഇത് രണ്ടിനും ബാധക. ഡോക്ടർമാർ നമ്മളോട് പറയും ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്തല്ല, അമിതമായി കുടിക്കണം എന്നല്ല. നമ്മൾ വെള്ളം കുടിക്കൽ കുറവാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കണേ എന്നാണ് ആ പറഞ്ഞത്. ഓവറായിട്ട് വെള്ളവും കുടിക്കാൻ പാടില്ല, ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അതേപോലെ അമിതമായി ചൂടുള്ള ആഹാരം അത് കറാഹത്താണ്. ഒരു ഡബിൾ ചൂട് ചായ വരട്ടറിയില്ല ചില ആൾക്കാർ, അത് പാടില്ല. ഡബിൾ ചൂട് ചായ ഒന്നും കുടിക്കരുത്. ഈ ഇറങ്ങിപ്പോണ സ്ഥലമൊക്കെ അങ്ങനെ ബന്ധുവായാലേ പിന്നെ ഭാര്യനെ ചീത്ത പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എൻ്റെ കറി തീരെ രുചിയില്ലല്ലോ എന്നറിയും. രുചി ഉണ്ടാണ് തൊള്ളയിൽ രുചിയൊക്കെ അറിയണ സാധനമൊക്കെ ബന്ധുവായതാ. അങ്ങനെ ചൂടുള്ള കുടിച്ചിട്ട് ഓവർ തണുപ്പുള്ളതും കറാഹത്താ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയും, ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ വല്ലാതെ തണുപ്പിച്ച് തിന്നണ്, അത് നല്ലതല്ല. അത് രണ്ടും നമുക്ക് അപകടം. ഓവർ തണുപ്പുള്ളതും ഓവർ ചൂടുള്ളതും ഒഴിവാക്കുക. വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന്റെ പിറകെ ആകുന്നതാണ് നല്ലത് എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരു നിർബന്ധ കൽപ്പനയൊന്നുമല്ല. കുലു വകുലു വശ്റബു എന്ന് വാവിട്ട് പറഞ്ഞതുകൊണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക എന്ന ക്രമമാണ് അഭികാമ്യം എന്ന് പറയാം. എന്നാൽ വലാ തുസ്രിഫു, അത് കൂടിപ്പോകരുത്. വെള്ളം കുടിക്കുന്നതിനും ഒരുപാട് അദബുകളുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാം, അകാരണമായി നിന്ന് വെള്ളം കുടിക്കൽ മക്റൂഹാണ്, കറാഹത്താണ്. അപ്പൊ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. കാരണമില്ലാതെ നിന്ന് കുടിക്കരുത്. നമ്മളൊരു പള്ളിയിൽ കയറി വല്ലാത്ത ദാഹം, പള്ളിന്റെ ഉള്ളിൽ കുടിവെള്ളമുണ്ട്, എന്നാൽ ആ വെള്ളം കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ തഹിയ്യത്ത് നിസ്കാരത്തിന് അത് തടസ്സമല്ല എന്ന്. ആ ഇരുന്ന് കുടിച്ചിട്ട് എന്നാലും നമുക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം. അതുകൊണ്ട് തഹിയ്യത്ത് ഫൗത്തായി പോവില്ല. അത്ര പരിഗണന ഉള്ളതാണ് ഇരുന്ന് വെള്ളം കുടിക്കുക എന്നത്. അപ്പൊ പരമാവധി ഇരുന്ന് തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണമല്ലാതെ നിന്ന് വെള്ളം കുടിക്കൽ കറാഹത്തുണ്ട്. കച്ചവടക്കാര് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇരിക്കാനുള്ള ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. പുതിയ കാലത്ത് എല്ലാത്തിനും സ്ഥലം വേണം. അപ്പൊ സ്ഥലം മെനക്കടിക്കാനാവില്ല എന്ന് കരുതിയിട്ട് പല കൂൾബാറുകാരും വെള്ളക്കച്ചവടക്കാരും ഇരിക്കാൻ ചെറിയ സൗകര്യവും പോലും ഒരുക്കാതെ
വെള്ളം കച്ചവടം ചെയ്യുന്നവരുണ്ട്. മുസ്ലിങ്ങളായ കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളായിട്ടൊരു കറാഹത്ത് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കരുത്. വലിയ സൗകര്യങ്ങളില്ലെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് ചെറിയ പെട്ടിക്കടകളാണെങ്കിൽ പോലും അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൊന്ന് ഇരുന്ന് കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഇരുന്ന് കുടിക്കാനുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഇദാ ശരിബ്തുമുൽ മാ ഫശ്റബൂഹു മുസ്സാ. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ അത് ചെറിയ മുറുക്കുകളായി കുടിക്കുക. ഉമ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് പേന്താതെക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വലി നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒട്ടകം കുടിക്കണ അരി കുടിക്കരുത്. ഒട്ടകം വെള്ളം ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ മോട്ടറിൻ്റെ പൈപ്പിൻ്റെ മൂടുണ്ടല്ലോ, എന്താ അതിന് പേര് പറയാ, ഓട്ടുകാളും ഇത് ഇട്ട മാതിരിയാണ്. ബാക്കി വെള്ളം ഒരാട് വലിച്ചെടുക്കല. അതേമാതിരി വലിയൊരു ഗ്ലാസ് വെള്ളം അങ്ങനെ ചുണ്ട് തന്നെ തീരുന്നരയാട് കുടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ചുരുങ്ങിയത് 3 ഇറക്കാക്കി ഇങ്ങനെ എടുത്തും വെച്ചാണ് കുടിക്കുക. അങ്ങനെ കുടിക്കാവൂ. ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾ കുടിക്കരുത്. വലാ തശ്റബൂഹു ഉബ്ബാ, നിങ്ങളതിനെ പേന്തി കുടിക്കരുത്. ഫഇന്നൽ ഉബ്ബ യൂരിസുൽ ഖുബാദ്, ഈ പേന്തി കുടിക്കുക എന്നത് കരള് രോഗത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരളിന്റെ അസുഖത്തിന്, ഖുബാദ് എന്ന് പറഞ്ഞാൽ കരളിന്റെ ഒരു തരം അസുഖമാണെന്നാ പറയണത്. അപ്പൊ ആ രോഗത്തിന് കാരണമാകും ഒന്നായിട്ട് പേന്തി കുടിച്ചാൽ. ഇമാം ബൈഹഖി അടക്കം ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. അപ്പൊ നമ്മൾ നിന്ന് കുടിക്കാതിരിക്കുക, ഒന്നിച്ചു ഒറ്റ ശ്വാസത്തിൽ കുടിക്കാതിരിക്കുക, അല്പാൽപം കുടിക്കുന്ന രീതി, ഇതാണ് നല്ലത്. ഓവർ തണുപ്പുള്ള വെള്ളവും അമിതമായി ചൂടുള്ള വെള്ളവും കുടിക്കാതിരിക്കുക. ഇങ്ങനെ ഭക്ഷണത്തിലും വെള്ളത്തിലും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നമ്മളൊരു ക്രമം പാലിക്കണം. പിന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ കിട്ടേണ്ട ആഹാരം അതാത് ഘട്ടത്തിൽ നമുക്ക് കിട്ടണം. ഒന്ന്, ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ഗർഭാശയത്തിലുള്ള കുട്ടിയുടെ ആഹാരം അത് അല്ലാഹു തആല തന്നെ അവിടുന്ന് നേരിട്ട് വയറിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പള്ളന്റെ നടുവിൽ ഒരു സാധനം കാണാം, നമ്മൾ പൊക്കിൾ എന്ന് പറഞ്ഞ സാധനമല്ലേ, പൊക്കിള്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വഴിയാണ്. ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിലേക്ക് ഗർഭാശയത്തിൽ വെച്ച് ആഹാരം കടത്തിവിട്ടൊരു വഴിയാണ്. ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കുമ്പം ആ സാധനം അടക്കാ പുറത്തേക്ക് പോരുക, ആ പൊക്കിൾ കൊടി പിന്നെ കത്തിരിയെടുത്ത് കട്ട് ചെയ്യല. ഉമ്മയും നമ്മളും തമ്മിലുള്ള അഭേദ്യമായ ആ ബന്ധത്തിന്റെ അടയാളമായി അല്ലാഹു തആല നിലനിർത്തണാണ് ഈ പൊക്കിൾ എന്ന് പറഞ്ഞ സാധനം. ഉമ്മന്റെ പള്ളയെ കടന്ന കാലത്ത് അതിലൂടെ നമുക്ക് ആഹാരം തന്നവനാണ് അല്ലാഹു തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളതാ ജനിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമുക്കുള്ള ആഹാരം വേറെ തയ്യാറാക്കി വെച്ചു. അതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا سَائِغًا لِلشَّارِبِينَ. വലിയ ചിന്താ വിഷയമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. മൃഗങ്ങളുടെ പാലിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പരാമർശിച്ചത്. വലിയ അത്ഭുതമാണത്. അതേപോലെ അത്ഭുതമാണ് ഉമ്മയുടെ മുലപ്പാലും. ഈ കുഞ്ഞിന് ബീജദാനം നൽകിയ വാപ്പ അറിയാതെ, ഗർഭം ചുമന്ന ഉമ്മ അറിയാതെ, ഗർഭാശയത്തിൽ വളരുന്ന കുട്ടി അറിയാതെ ഈ കുട്ടി ജനിച്ച് പുറത്തിറങ്ങിയാൽ കഴിക്കേണ്ട സമീകൃത ആഹാരം അല്ലാഹു തആല ഉമ്മയുടെ മാർവിടത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ അതിന്റെ ഉൽപാദനവും തുടങ്ങുകയാണ്. പടച്ചോന്റെ ഖുദ്റത്ത് എന്നല്ലാതെ നമുക്കൊന്നും അവിടെ പറയാനില്ല. അതുകൊണ്ട് അല്ലാഹു തആല വലിയ ഇബ്റത്ത്, ചിന്താവിഷയമാണത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിഭവമാണ് കുട്ടികൾക്ക് ഈ സമയത്ത് ആവശ്യമുള്ളത്. ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട പ്രഥമ പാലുണ്ട്. കൊളസ്ട്രം എന്നാണ് അതിന് ഡോക്ടർമാരൊക്കെ പറയാം. അതൊരു മഞ്ഞ കലർന്ന ഒരു നീര് പോലെ ഇരിക്കും. ഇത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പ്രതിരോധ ശേഷിക്ക്
വർദ്ധിക്കാനുള്ള ഒരു വലിയ തുള്ളി മരുന്നാണ്. അത് നിർബന്ധമായും ഒരു കുഞ്ഞിന് ലഭ്യമാക്കണമെന്നാണ്. ഒരു ഉമ്മ പ്രസവിച്ചു, ഉടനെ തന്നെ ഉമ്മ മരിച്ചു, കുട്ടി ബാക്കിയായി. ഈ കുഞ്ഞിന് പ്രഥമ പാല് കിട്ടിയിട്ടില്ലെങ്കിൽ ആ നാട്ടിൽ വേറെ ഏതെങ്കിലും ഉമ്മ അങ്ങനെ പ്രസവിച്ച ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മന്റെ പ്രഥമ പാലിൽ നിന്ന് അല്പം ഈ കുഞ്ഞിന് ലഭ്യമാക്കി കൊടുക്കണം എന്ന്. കാരണം ഈ കുട്ടിക്ക് ഭാവിയിലേക്കുള്ള വലിയ ഒരു ഔഷധമാണ് ഈ പാനീയം എന്ന് പറയുന്നത്. തുടർന്ന് ആദ്യത്തെ 6 മാസക്കാലം വേറെ ഒന്നും കൊടുക്കാതെ മുലപ്പാല് മാത്രം കൊടുക്കുക. നിങ്ങൾ വാഴക്കാട് ഡിസ്പെൻസറിയിൽ ചെല്ലുക, ഗവൺമെന്റ് ആശുപത്രികളുള്ള പൊന്നാട്ട് പോവുക, അവിടൊക്കെ ആ ചുമരുമൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണ്ട. അതിലെല്ലാം എഴുതി വെച്ച ഒരു സംഗതി ഉണ്ട്. ആദ്യത്തെ 6 മാസം കുട്ടിക്ക് മുലപ്പാല് മാത്രം കൊടുക്കുക. അത് നമ്മളൊക്കെ പരിഗണിക്കണം. പാലുള്ളവര് പിന്നെ വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ